സംവദിക്കുന്നതും നമ്മൾ കാണുന്ന സംസാരിക്കുന്നതൊക്കെ പുതിയ പുതിയ ചെറുപ്പക്കാരുടെ പുതിയ ഐഡിയകളായിട്ട് അതിനേക്കാളുപരി നമ്മൾ അപ്ഡേറ്റഡ് ആണെന്നുള്ളതാണ്. ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് മൊത്തം പേർക്ക് മനസ്സിലായപ്പോഴാണ് നമ്മുടെ വളർച്ചയ്ക്ക് ധൃതി കൂടിയ സ്പീഡ് കൂടി. കരിയർ ക്ലബ് എന്ന് പറയുന്ന കുറെ ധാരാളം വിദ്യാർത്ഥികളും സംരംഭകരും ജോലി അന്വേഷിക്കുന്നവരും ജോലിക്കാരെ വേണ്ടവരും ഒക്കെ നമ്മളോടൊപ്പം ചേരുകയും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. സ്റ്റിൽ അതുണ്ട്, പക്ഷെ അത്ര ആക്റ്റീവ് അല്ല എന്ന് മാത്രം. ആക്റ്റീവ് ആക്കുകയും ആ കമ്മ്യൂണിറ്റി വലുതാക്കുകയും ആളുകൾക്ക് നമ്മുടെ ഇതൊരു കൊറേസം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കോവർക്കിംഗ് സ്പേസ്. ഇവിടെ നമുക്കറിയാം നമുക്ക് എന്തോടെ ഞാനും റിട്ടയർമെന്റ് കഴിഞ്ഞ ആൾക്കാരാണ്. നമുക്ക് പക്ഷെ ഒരു പ്രായം നമുക്ക് അനുഭവപ്പെടാൻ പറ്റാൻ നമ്മൾ ദിവസേന നമ്മൾ സംവദിക്കുന്നതും നമ്മൾ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ പുതിയ പുതിയ ചെറുപ്പക്കാരായിട്ട് പുതിയ പുതിയ ഐഡിയകളായിട്ട്. അതിനേക്കാളുപരി നമ്മൾ അപ്ഡേറ്റഡ് ആണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് റിട്ടയർ ചെയ്ത് നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നെങ്കിൽ നമുക്ക് ഈ പുതിയ ടെക്നോളജിയെ പറ്റി എത്ര അറിവുകൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഏതൊരു സാധനത്തിനെ പറ്റി ചോദിച്ചാലും ലോകത്തിറങ്ങുന്ന ഒരു ടെക്നോളജിയെ പറ്റി ചോദിച്ചാൽ അത് ചെയ്യുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊറാസോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുൾ എന്ന് പറയുന്ന വെപ്പണായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം വെച്ചാൽ എവിടെയും പ്രയോഗിക്കാവുന്ന എവിടെയും അടിച്ചു കയറാവുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. പക്ഷെ ഒരു കാര്യം പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ട്, വരുന്നവര് ശരിക്കും പറഞ്ഞ ഒരു തനി മലയാളി കൺസെപ്റ്റിൽ തന്നെ വരുന്നവരായിരുന്നു. അതായത് അവരാരും തന്നെ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസിനെ പറ്റി തുറന്നു പറയാനോ ഒന്നും അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അതിലൂടെ എടുത്തൊരു വിജയം, നമുക്കുണ്ടായൊരു വിജയം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇടയിലുള്ള ഈ ചിന്തകളെ കോമ്പറ്റീഷൻ, അതായത് മത്സരബുദ്ധി എന്ന് പറയുന്ന ചിന്ത നമ്മൾ മാറ്റിമറിച്ചുകൊണ്ട് എങ്ങനെ കൊളാബറേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു വലിയ വിജയമായിട്ട്. ഇന്നിപ്പോ എത്ര കമ്പനികൾ നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് കൊടുക്കുന്നു. അവര് പരസ്പരം എന്താ പറയാ പുറത്തുനിന്നുള്ള വർക്കുകൾ അവർ ഒരുമിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം. വളരെ രസകരമായ ഒരു സംഗതി എനിക്ക് നമുക്ക് പറയാനുള്ളത്, ഓർക്കുന്നുണ്ടാവും, ഒരു സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറഞ്ഞാൽ അവര് ERP ആയിരുന്നു, വേറെ സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറഞ്ഞാൽ അവരൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. സത്യത്തിൽ ഈ പ്ലാറ്റ്ഫോം ഉള്ള ആൾ ERP എന്ത് ചെയ്യുന്നു, ERP ഇനി ഉണ്ടാക്കാനായിട്ട് ധാരാളം പണച്ചെലവുണ്ടെന്ന് വിചാരിക്കുകയും ഈ ERP ചെയ്തിരുന്ന ആളുകൾക്ക് ഇത് പുറത്തേക്ക് വിടാൻ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി ധാരാളം പണച്ചെലവുണ്ടെന്ന് പറഞ്ഞൊരു സന്ദർഭത്തിലാണ് ഇവരെ തമ്മിൽ ഒരു എന്താ പറയാ ഒരു സാന്ദർഭികമായിട്ട് ഇവര് തമ്മിലൊന്ന് കൂട്ടിമുട്ടുന്നത്. അതെ അതെ, അത് നമ്മുടെ ഗോ ഗ്ലോബൽ പ്രോഗ്രാമില് രണ്ടുപേരും പിച്ച് ചെയ്യാൻ വന്നതാണ്. നമ്മള് കൊറാസോണിനെ അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കേരളവും കടത്തി ഇന്ത്യയും കടത്തി ഗ്ലോബലി പോകാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്കുണ്ടാവുന്ന തിരിച്ചറിവ് അതാണ്. കാരണം ഇത്തരം ആളുകൾ വന്ന് നമ്മളുടെ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ അവരിൽ പലരെയും നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ സംഭവം തന്നെയാണ്. അതൊരു എപ്പോഴും ഒരുമിച്ച് ഒറ്റയ്ക്കല്ല. കേരളത്തിലായാലും കേരളത്തിന് പുറത്തേക്കായാലും ലോകത്ത് എവിടെയായാലും കൊറാസോൺ കമ്മ്യൂണിറ്റി ഉണ്ടാവും. അവർക്കൊക്കെ എവിടെയൊക്കെ അവസരങ്ങളുണ്ടോ നമ്മൾ തേടിപ്പിടിക്കും, നമ്മൾ അവരെ സഹായിക്കും. ആ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കിപ്പോ ഏതൊരാൾക്കും വേണമെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്നൊരു സന്ദർഭം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്ലോബലി പോകാനുള്ള എല്ലാ സെറ്റപ്പും ആയി കഴിഞ്ഞു. ഗ്ലോബലി പോകുന്നത് നമ്മൾ മാത്രമല്ലല്ലോ, ഒരു സ്പേസ് മാത്രമല്ല പോകുന്നത്, ഈ കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ വരികയാണ്. അത് മറ്റ് കമ്മ്യൂണിറ്റിക്കുള്ള അല്ലെങ്കിൽ മറ്റാളുകൾക്കുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഇഫ് യു ആർ ഇൻ കൊറാസോൺ ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ഗ്ലോബൽ. അത് അവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു സാധനമാണ്. ഓർക്കുന്നുണ്ടോ നമ്മൾ ഗോ ഗ്ലോബൽ പരിപാടി സന്ദേശമാണ് ആദ്യമായി നമ്മുടെ കൊറാസോൺ കമ്മ്യൂണിറ്റിയിലുള്ള വളരെയേറെ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, താല്പര്യം പ്രകടിപ്പിച്ചു. അതായത് 20 പേരെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. പക്ഷെ പിന്നീട് ഉണ്ടായ രസം, വരുന്ന വളരെയേറെ പേര് പിന്നീട് നമ്മളോട് താല്പര്യമായിട്ട് വരികയും കണ്ടമാനം പേര് ഞങ്ങൾക്കുള്ള അവരവരുടെ അഭിപ്രായങ്ങളും മറ്റും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ പറയുകയും അങ്ങനെയൊക്കെ ചെയ്യും. നമ്മളും അതിനുവേണ്ടി വളരെയേറെ ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ കൊറാസോൺ കമ്മ്യൂണിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കൊറാസോൺ പോകുന്നു, കൊറാസോണൊപ്പം നമ്മളും പോകും, നമ്മൾ ഒരുമിച്ച് മൂവ് ചെയ്യും. അതൊരു വലിയ കാര്യമാണത്. എന്തായാലും മിഡിൽ ഈസ്റ്റിലേക്ക് നമ്മളിപ്പോൾ തന്നെ മൂവ് ചെയ്യാണ്.
2024 നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലോബലി പോകുന്നു എന്നുള്ളതും നമ്മൾ അനൗൺസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു വലിയ പ്രോഗ്രാമും നമ്മുടെ കയ്യിലുണ്ട്, യങ് ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അതെ, ആർക്കാണോ ഒരു ഐഡിയ ഉള്ളത് അയാൾക്ക് വേണ്ടി വരുന്ന ആ യങ് ഓൺടർപ്രണേഴ്സിന് വേണ്ടി അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള നമ്മൾക്ക് കൊടുക്കാവുന്ന ഒരു വലിയ പ്രോഗ്രാമും കൂടി നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും 2024 അത് പുറത്തേക്ക് വരും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ നമ്മുടെ സാങ്കേതിക സ്ഥാപനങ്ങളിലായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആയാലും ഓരോ വർഷവും പുതിയ പുതിയ വിലമതിക്കാൻ പറ്റാത്ത അത്ര ഐഡിയകളുമായി പുറത്തേക്ക് വരുന്ന യങ് ഓൺടർപ്രണേഴ്സ് ധാരാളം. അവരുടെ ഐഡിയകൾ വളരെ വിലമതിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ അവർക്ക് അവരെ ഗൈഡ് ചെയ്യാൻ, അവർ ഇനി എന്ത് ചെയ്യണം, എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതൊന്നൊരു ഒരു ബിസിനസ് ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നത്, അതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നിന്നുപോയ കുറേയേറെ സ്ഥാപനം. ഇത് അതാണ് നമ്മൾ നോക്കേണ്ടത്. 2024 ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത അതാണ്. ഇതിനകത്തേക്ക് വരുന്ന ആരും തന്നെ ഞാനത് ചെയ്തു കൊടുക്കുന്നതിന് എനിക്കിന്നത് കിട്ടുന്നില്ല. എല്ലാവരും ഒരു സെൽഫ്ലെസ് ആണ്. അതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ. അതെ അതെ അതെ. പരസ്പരം മത്സരിച്ചാൽ നമ്മൾ പരസ്പരം സഹകരിച്ചാൽ നമ്മളുടെ ആകാശം വളരെ വിശാലമാണ്. നമുക്ക് ഇവിടെ വളരെയേറെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നു. അത് മനസ്സിലാക്കി തുടങ്ങും. ഇവിടെ ഇനി കണക്ടിവിറ്റിയും ഒപ്പം കൊളാബറേഷനും രണ്ടുമാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ഞാൻ എൻ്റെ ശൈലിയിലേക്ക് ഒതുങ്ങി ഞാൻ സ്വയം വളരാൻ ശ്രമിക്കുകയും ഞാൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എത്താവുന്ന മേഖലയ്ക്ക് ഒരു പരിധി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി മൊത്തം പേർക്ക് മനസ്സിലായപ്പോഴാണ് നമ്മുടെ വളർച്ചയ്ക്ക് ധൃതി കൂടിയത്, സ്പീഡ് കൂടിയത്. അതെ, അതൊരു 2023 ഒരു ജേർണി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ജനുവരി മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ഡിസംബർ 31 വരെ നമ്മൾ നോക്കിയാൽ നമ്മളുടെ ശരീരം പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ നമ്മളുടെ തലച്ചോറ് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയും. ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കമ്മ്യൂണിറ്റിയെ കാണുമ്പോഴും കമ്മ്യൂണിറ്റി, കൊറാസോൺ കമ്മ്യൂണിറ്റി, അതിൻ്റെ ഒരു റിസൾട്ട്, എൻഡ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയിട്ട് ഈ കമ്മ്യൂണിറ്റി വളരെ വലുതാവും. അത് പരസ്പരം സഹകരിക്കും. വലിയ വലിയ കമ്പനികളിൽ വലിയ ഫോർമേഷനുകൾ ഉണ്ടാവും. നമ്മുടെ നാടിനും നമ്മുടെ യങ്സ്റ്റേഴ്സിനും ഗുണകരമായ വളരെയേറെ കൊളാബറേഷനുകൾ രൂപപ്പെടും. തന്നെയല്ലേ എനിക്ക് തോന്നുന്നു 2024 എന്ന് പറയുന്നത് ഒരു നോളജ് ക്രിയേഷൻ്റെയും ഒരു നോളജ് അക്വിസിഷൻ്റെയും ഇയറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രെയിനിങ് മേഖലകളിൽ ധാരാളം പേര് നമ്മളെ ഇതിനോടൊക്കെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മളുടെ ഒരു ആംബിയൻസും നമ്മളുടെ ഒരു ക്യാമ്പസും ഒരു ട്രെയിനിങ്ങിനും അതിന് വളരെ ആപ്റ്റാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നതുകൊണ്ട് അതിന് ശരിക്കും അതെ ഫേസ് ഓൺ ഒരു ക്യാമ്പസ് ഫീൽ ഉള്ളതാണ്. അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും പല അറേഞ്ച്മെന്റ്സും ഇതുപോലെ ട്രെയിനിങ്ങുകൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ്. ഇപ്പം എത്ര പ്രോസ്പെക്ട്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്, എത്ര എൻക്വയറീസാണ് വന്നിരിക്കുന്നത് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ട്രെയിനിങ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമായിട്ട് ശരിക്കും പറഞ്ഞാൽ കൊറാസോൺ മാറി കഴിഞ്ഞു.